പാൽ കൊടുത്തു തുടങ്ങണം. 6 മണിക്കൂർ വരെ കൃത്യമായിട്ട് വാക്കിന് നന്നായിട്ട് മരുന്ന് കൊടുക്കണം. 3 ദിവസം കൊടുക്കണം. പിന്നെ കാലിന് ചുവപ്പ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വാവയുടെ ആദ്യത്തെ ഫസ്റ്റ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളെ കുളത്തൂരുള്ള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഹെൽത്ത് സെൻ്ററുണ്ട്. ഇവിടെ എല്ലാ ബുധനാഴ്ചയാണ് വാക്സിൻ എടുക്കുന്നത്. ഇപ്പം നമ്മൾ OP ടിക്കറ്റ് എടുത്തതിന് ശേഷം ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. ഡോക്ടർ വാവയെ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നിടത്ത് ഫസ്റ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ വാവയുടെ പേര്, പിന്നെ ഹസ്ബൻഡ് പേര്, എൻ്റെ പേരൊക്കെ എഴുതിയതിന് ശേഷം അമ്മയും കുഞ്ഞും ബുക്കും മേടിച്ച് അവർ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് BCGയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയുടെ ഡീറ്റെയിൽസൊക്കെ അമ്മയും കുഞ്ഞും ബുക്കിൽ നോക്കി എഴുതുന്നുണ്ട്. ഇപ്പോൾ വാവയുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാവയുടെ പേര് രാത്രിക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് വാവയെ അവിടെ ബെഞ്ചിൽ കിടത്താൻ പറഞ്ഞു. ടവല് നിവർത്തിയിട്ട് വാവയെ അതിൽ കിടത്താൻ പറഞ്ഞു. അത് വാവയുടെ നീളം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാലിൽ ഞാൻ സോക്സ് ഇട്ടിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു സോക്സ് കാലിൽ നിന്ന് ഊരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാലിൽ സോക്സ് ഊരിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെറുതെ ഇങ്ങനെ തറയിൽ കിടത്തുന്നത് ഇഷ്ടമൊന്നുമല്ല, ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ സിസ്റ്ററുടെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ചിരിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ നീളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് അവിടെ വന്ന് പിടിക്കാൻ പറയുന്നുണ്ട് അവർ. അപ്പോൾ ഞാനന്ന് സിസ്റ്റർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ അവിടെ കയറി വെയിറ്റ് നോക്കി. ചേട്ടത്ത് പറയുന്നുണ്ട് 60 കിലോ ഉണ്ടെന്ന്. പ്രഗ്നൻ്റ് ആയ സമയത്ത് 64 കിലോ ഉണ്ടായിരുന്നു, ഇപ്പോൾ 60 കിലോ ഉണ്ട്. അപ്പോൾ വാവയുടെ വെയിറ്റും കൂടെ ചേർത്താണ് 64 കിലോ വന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ അവർ ലെങ്ത് നോക്കി 57 സെൻറ്റിമീറ്ററാണ് വാവയുടെ നീളം. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ കിടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ കിടത്തിയിട്ടുണ്ട്. വാവ 3900 വാവയുടെ വെയിറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ഡെലിവറി സമയത്ത് എത്ര വെയിറ്റെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2803 വാവയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നോർമലാണ് എന്ന് പറഞ്ഞു. വേറെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞു അടുത്തിന് വാവയുടെ തലയുടെ അളവാണ് എടുക്കണേ. അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരി ഓടിയിട്ട് ഇടാൻ മറന്നുപോയി. പിന്നെയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് വാവ അവർ നോക്കുന്നുണ്ട്, ബ്രീത്തൊക്കെ എല്ലാം നോക്കുന്നുണ്ട്. അടുത്ത തലയുടെ അളവാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത തലയുടെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് തല ജസ്റ്റ് ഒന്ന് പൊക്കി കിടക്കാൻ പറയുന്നുണ്ട്. അത് കയറ്റി അതിന് മോളുടെ തലയിലത് ടേപ്പ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അളവെടുത്തിട്ടുണ്ടായിരുന്നു. അളവെടുത്തതിന് ശേഷം എന്നോട് വാവ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വാവ എടുത്തു. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളടുത്ത് ഇഞ്ചക്ഷൻ വാക്സിൻ എടുക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴത്തേനും അവിടെ വന്നു. നമ്മൾ ഫസ്റ്റ് ആധാറൊക്കെ കൊടുത്ത് എൻ്റെ ആധാർ കൊടുത്ത് ഫോണിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത് എന്ന ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അതിന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അടുത്ത് നമ്മൾ വന്നു. അപ്പോൾ വാവയ്ക്ക് ഫസ്റ്റ് പോളിയോയാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 പോളിയോ മരുന്നുകളും 3 ഇഞ്ചക്ഷനുമാണ് വാവയ്ക്കുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് 2 പോളിയോ മരുന്നാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആരും ഈ പ്രൈവറ്റിൽ പോയി ഈ വാക്സിൻ എടുക്കാനായിട്ട് നിൽക്കരുത്. പ്രൈവറ്റിലൊക്കെ 7000 8000 രൂപയോളം കോസ്റ്റ്ലിയുള്ള വാക്സിനാണ് ഇതൊക്കെ. നമ്മൾ തന്നെ എല്ലാ ജില്ലകളിലും എല്ലായിടത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ പോയി ഫ്രീ ആയിട്ട് വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും മാക്സിമം ഈ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് എടുക്കാനായിട്ട് ഓർമ്മിക്കുക. ആരും എടുക്കാൻ വിട്ടു പോകരുത്, അത് എടുക്കുക.
അപ്പോൾ വാവയ്ക്ക് കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. മോള് കരയുന്നുണ്ടായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. അമ്മമാർക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് സങ്കടമൊക്കെ വന്നു, പക്ഷേ എനിക്ക് കരയാൻ പറ്റില്ല. കാരണം സിസ്റ്റർ പറഞ്ഞായിരുന്നു പാനിക്കാവരുത്, മോള് കരയും. അപ്പോൾ അമ്മ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ മോളുടെ അടുത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ അത് ബുദ്ധിമുട്ടാവും. അവൾ കരയുമ്പോഴത്തേന് മോളെന്ന് വിളിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റർമാരൊക്കെ നല്ല സ്നേഹമുള്ള സിസ്റ്റർമാരാണ്. അവർ വളരെ കരുതലോടെ തന്നെ വാവയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു തരികയും ചെയ്തു. എന്നോട് ഡെലിവറി നോർമലായിരുന്നോ സിസേറിയനായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സിസേറിയനായിരുന്നു, എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ ഈ മരുന്ന് 2 മില്ലി ഇപ്പം വീട്ടിൽ ഉടനെ പാല് കൊടുത്തു തുടങ്ങണം. 6 മണിക്കൂർ ഇടവിട്ട് കൃത്യമായിട്ട് ബാക്കി നന്നായിട്ട് മരുന്ന് കൊടുക്കണം. 3 ദിവസം കൊടുക്കണം. പിന്നെ കാലിന് ചുവപ്പോ അടുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണിക്കണം. പിന്നെ അടുത്തന്നെ കിടക്കുന്നത് പറ്റുന്നത് കിടക്കാൻ പാടില്ല. പാല് കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാറ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിസ്റ്ററെ വാക്കിനെ വിളിക്കുന്നത്. ഇതിലേക്കുള്ള മുക്കിലേക്കുള്ള വായിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരുന്ന് ഫീഡ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് മോൾക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ഫീഡ് ചെയ്തു. ഫീഡിങ് റൂം ഇതാണ്. അത് കഴിഞ്ഞതിന് ശേഷം വയറ്റിൽ ഇതാക്കി. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ വാക്സിനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആൾ നല്ല ഉറക്കമാണ്, നല്ല വേദനിച്ച് ആയിട്ടാണ് എന്നാലും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീട്ടിലെത്തിയിട്ട് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനിക്കുള്ള മരുന്നാണ്. മരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളത് നന്നായിട്ട് അവൾ ഒരു എക്സ്പ്രഷനില്ലാതെ കുടിക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് എന്ത് ടോണിക് തന്നാലും ഫസ്റ്റ് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്, എന്നിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവർ കൊടുത്താൽ മതിയല്ലോ. ചില ഭയങ്കര കയ്പോ ചർപ്പോ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുക. പെട്ടെന്ന് വായിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരതിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും മണ്ടേക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മെല്ലെ മെല്ലെ കുറേശ്ശായിട്ട് അത് കൊടുക്കുക. അപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.